ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 716 മുതൽ 725 വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത്. 716 മായാ മായാ എന്ന് നീട്ടിയിട്ട് ചൊല്ലുക. മായാസ്വരൂപിണി എന്നാണ് അർത്ഥം. 215 നാമമന്ത്രത്തിൽ മഹാമായ എന്നൊരു നാമമന്ത്രം നമ്മൾ കണ്ടു. മഹാമായ എന്ന് പറയുന്നത് ലോകനാഥനായ വിഷ്ണുവിന്റെ യോഗനിദ്രയാണ്. അത് സാക്ഷാൽ മഹാകാളിയാണ്. ഇവിടെ മായാസ്വരൂപിണി എന്ന അർത്ഥം. ഇല്ലാത്തതെന്തോ അതാണ് മായ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇല്ലാത്തതിന്റെ രൂപം ധരിച്ചവൾ എന്നൊരർത്ഥം. പിന്നെ ഇല്ലാത്തതിന് രൂപം തുടങ്ങിയ ഗുണങ്ങളൊന്നും ഉണ്ടാവാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ രൂപവും ഗുണങ്ങളും ഉത്പത്തിയും ലയവും ഇല്ലാത്തവൾ എന്നിങ്ങനെ മായ എന്ന നാമമന്ത്രത്തിലൂടെ വർണ്ണിച്ചിരിക്കുന്നു. 717 മധുമതി എന്നുകൂടി. മധുമതി, ഇവിടെ ധ കറക്റ്റായിട്ട് ഉച്ചരിക്കുക. അതുപോലെ തന്നെ തകാരവും മധുമതി ഇങ്ങനെയൊന്നും ഉച്ചരിക്കരുത്. മധുമതി തായാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉച്ചരിക്കുക. പല നാമമന്ത്രങ്ങളുടെയും അർത്ഥങ്ങൾ അത് നമ്മൾ തുടക്കക്കാരായ ഭക്തന്മാർക്കൊക്കെ അതിൻ്റെ അർത്ഥ തലങ്ങളൊന്നും ശരിക്കും അങ്ങോട്ട് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ചൊല്ലുന്നത് കറക്റ്റായാൽ അത് എത്തേണ്ടടുത്ത് എത്തും. അമ്മയ്ക്ക് അതിൻ്റെ അർത്ഥം അറിയാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അക്ഷരങ്ങൾ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണോ ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഉച്ചരിക്കുക. മധുമതി എന്ന്. മധുവോട് കൂടിയവൾ. മധു എന്നാൽ അറിയാലോ, മധു എന്നാൽ മദ്യം, തേൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ മദ്യവും തേനും കൊണ്ട് പൂജിക്കപ്പെടുന്നവൾ എന്നൊരർത്ഥം. പിന്നെ മധുര വാക്കുകൾ സംസാരിക്കുന്നവൾ എന്ന് മറ്റൊരർത്ഥം നമ്മൾ കണ്ടതാണ്. നിജസല്ലാപമാധുര്യ വിനിർഭർച്ചിത കച്ഛപി എന്ന നാമമന്ത്രത്തിൽ സാക്ഷാൽ സരസ്വതീ ദേവിയുടെ കച്ഛപി വീണയെ പോലും ഭർസിക്കുന്നതാണ് അമ്മയുടെ സ്വരമാധുര്യം എന്ന കാര്യം. അപ്പൊ രണ്ടർത്ഥവും എടുക്കാവുന്നതാണ്. 718 മഹീ. മഹീ എന്ന് നീട്ടി ചൊല്ലേണ്ടതാണ്. മഹി എന്നാൽ ഭൂമി. ഭൂരൂപയായി പ്രജകളെ താങ്ങുന്നവൾ. പിന്നെ മഹി എന്നതിന് ബുദ്ധി എന്നൊരർത്ഥം കൂടിയുണ്ട്. ബുദ്ധിരൂപിണിയായി സർവപ്രാണികളിലും വർത്തിക്കുന്നവൾ. അതാണ് ശ്രീമദ് ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായം നാരായണീ സ്തുതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ ശ്ലോകം. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. അപ്പൊ അങ്ങനെയും അർത്ഥം. 719 ഗണാംബ ഒന്നുകൂടി. ഗണാംബ ഒന്നുകൂടി. ഗണാംബ. ഇവിടെ ആ അംബ അത് കറക്റ്റായിട്ട് വരണം. അതല്ലാതെ ഗണാംബ എന്നിങ്ങനെ ചൊല്ലരുത്. അതുപോലെ തന്നെയാണ് അംബ. അത് ആ ബകാരത്തിന് അക്ഷരസ്ഫുടതയ്ക്ക് വേണ്ടിയിട്ട് ഗണാംബ അല്ലെ ഗണാംപ എന്നൊക്കെ ചൊല്ലരുത്. ഗണാംബ എന്നാണ്. ബ കറക്റ്റായിട്ട് വരണം. ഗണേശ്വരന്റെ അമ്മ എന്നൊരർത്ഥം. അതുകൂടാതെ ശിവഗണങ്ങൾ, ദേവഗണങ്ങൾ, ഭക്തസമൂഹം എന്നിവർക്ക് മാതാവായവൾ എന്നർത്ഥത്തിലും ഗണാംബ എന്ന് അമ്മയെ വർണ്ണിച്ചിരിക്കുന്നു. 720 ഗുഹ്യകാരാധ്യ എന്നുകൂടി. ഗുഹ്യകാരാധ്യ ഒന്നുകൂടി. ഗുഹ്യകാരാധ്യ. ഇവിടെ ഗു കറക്റ്റ് ആക്കണം. കുഹ്യ എന്ന് ഉച്ചരിക്കരുത്. അതുപോലെ തന്നെ ഗുഹ്യക അവിടെ കകാരമാണ്. അത് ഗുഹ്യകാരാധ്യ എന്ന് ഉച്ചരിക്കരുത്. ഗുഹ്യക കഴിഞ്ഞ് മുകളിൽ ആ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആരാധ്യ എന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ധായും തൊണ്ട ചേർത്ത് ഉച്ചരിക്കണം. ഗുഹ്യകാരാധ്യ എന്നാണ്. അതല്ലാതെ ഗുഹ്യകാരാധ്യ എന്ന് ഉച്ചരിക്കരുത്. ഇവിടെ രഹസ്യമായി ഉപാസിക്കപ്പെടുന്നവൾ എന്നർത്ഥം.
അതുകൂടാതെ ഗുഹ്യകന്മാർ എന്നത് ഒരു എന്താ പറയാ, ഒരു ദേവയോനികളായ ഒരു വർഗമാണെന്ന് പറയുന്നു. കുബേരന്റെ നിധികൾ സംരക്ഷിക്കുന്നത് ഗുഹ്യകരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുഹ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം. 721 കോമളാംഗി. ഒന്നുകൂടി, കോമളാംഗി. ഇവിടെ കോമളാങ് കഴിഞ്ഞിട്ട് എന്ന് മുകളിൽ ചേർത്തിട്ടുണ്ട്. അപ്പോ അംഗി എന്ന് ഉച്ചരിക്കരുത്. കോമളാംഗി എന്നല്ല, കോമളാംഗി എന്നാണ്. അനുസ്വാരം ചേർത്തുകൊണ്ടാണ് ചൊല്ലേണ്ടത്. കോമളാംഗി. അവിടെ കോമളാങ്കി ആക്കരുത്, കോമളാംഗി എന്നും ചൊല്ലരുത്. അതുപോലെ തന്നെ കോമളാംഗി അങ്ങനെയും ചൊല്ലരുത്. അങ്കി എന്ന് കറക്റ്റായിട്ട് വരണം. കോമളം എന്നാൽ മനോഹരമായ, അങ്കി എന്നാൽ അംഗങ്ങളോട് കൂടിയവൾ എന്നർത്ഥം. 722 ഗുരുപ്രിയ. ഒന്നുകൂടി, ഗുരുപ്രിയ. അർത്ഥം ജഗത് ഗുരുവായ പരമശിവന്റെ പ്രിയപത്നി. അതാണ് ഗുരുപ്രിയ. ദക്ഷിണാമൂർത്തി രൂപിണി, ഗുരുവായി പ്രത്യക്ഷപ്പെട്ട് ജ്ഞാനം നൽകുന്നവൾ എന്നർത്ഥം. 723 സ്വതന്ത്ര. ഒന്നുകൂടി, സ്വതന്ത്ര. ഒന്നുകൂടി, സ്വതന്ത്ര. ഇവിടെ സ്വതന്ത്ര എന്ന് തന്നെ ഉച്ചരിക്കണം. മിക്കപ്പോഴും സ്വതന്ത്ര എന്ന് ചൊല്ലാറുണ്ട്. സ്വ കറക്റ്റായിട്ട് വരണം. സ്വതന്ത്ര. ഇത് ഇങ്ങനെ ഉച്ചരിക്കാനും പാടില്ല. സ്വതന്ത്ര എന്നിങ്ങനെ മുറിച്ചിട്ട് ഉച്ചരിക്കാൻ പാടില്ല. സ്വതന്ത്ര എന്നാണ്. അതായത് ആരുടെയും അധീനതയിലല്ലാത്തവൾ എന്നാണ് അർത്ഥം. നമ്മൾ കണ്ടതാണ് ഇതിനു മുൻപ്. ശിവ സ്വാധീനവല്ലഭ. ശിവ എന്നുള്ളത് സാക്ഷാൽ മഹാദേവി, സ്വാധീനവല്ലഭ എന്നുള്ളത്. അപ്പോൾ അതിനർത്ഥം സ്വഭർത്താവായ പരമശിവനെ പോലും തൻ്റെ പരമപ്രേമത്താൽ അധീനതയിലാക്കിയവൾ എന്ന അർത്ഥത്തിലുള്ള നാമമന്ത്രം നമ്മൾ കണ്ടു. അതേപോലെ തന്നെയാണ് ഇവിടെ സ്വതന്ത്ര. അമ്മ ആരുടെയും അധീനതയിലല്ല എന്ന് കാണിക്കാനാണ് അത്. അപ്പൊ അതങ്ങനെ അതിൻ്റെ അർത്ഥം എടുക്കുക. 724 സർവതന്ത്രേശി. ഒന്നുകൂടി, സർവതന്ത്രേശി. ഇവിടെ കഴിഞ്ഞിട്ട് വ ദ്വിത്വമാകണം. സർവ എന്ന് വരണം. പിന്നെ തന്ത്രമാണ്. അവിടെ തന്ത്രം എന്നാക്കരുത്, തന്ത്രം, പന്തം എന്നെഴുതുന്ന തായാണ്. പിന്നെ സർവതന്ത്രേശി നീട്ടിയിട്ട് ജപിക്കുക. സർവതന്ത്രങ്ങൾക്കും ഈശ്വരിയായവൾ. ദേവീപരമായ തന്ത്രങ്ങൾ നിരവധിയുണ്ടെന്ന് പറയുന്നു. അതിൽ 64 മുഖ്യമായി പറയപ്പെടുന്നു. ശൈവര്, വൈഷ്ണവര്, ഗാണപത്യർ, കൗമാരർ, സൗരവർ, ഇങ്ങനെ പ്രമുഖന്മാരാണ് ഈ തന്ത്രങ്ങളിലുള്ളവർ. അപ്പൊ ഇപ്പറഞ്ഞ എല്ലാ വിഭാഗക്കാരെയും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരവസരമാണ് ശ്രീ മാകാമാഖ്യ ദേവിയുടെ അംബുബച്ചി മേള. 2 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് അവിടെ പോകാനുള്ള ഒരു പരമഭാഗ്യം അമ്മയുടെ പരമകാരുണ്യം കൊണ്ട് കിട്ടി. അവിടെ വെച്ച് ഇപ്പറഞ്ഞ എല്ലാ വിഭാഗക്കാരെയും കാണാനും പല പല താന്ത്രികന്മാരെയും സംസാരിക്കാനൊന്നും പറ്റിയില്ല, എങ്കിലും അവരടുത്ത് കാണാനും അതുപോലെ തന്നെ സന്യാസിനി ഒരു അമ്മയെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചു. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പൊ ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എല്ലാ തന്ത്രങ്ങൾക്കും ഈശ്വരി അമ്മ തന്നെ. 725 ദക്ഷിണാമൂർത്തി രൂപിണി. ഒന്നുകൂടി, ദക്ഷിണാമൂർത്തി രൂപിണി. ഈ നാമമന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദ കറക്റ്റ് ആക്കണം. ദക്ഷിണ എന്നാണ്. ആ കീഷ എന്ന് അങ്ങനെ തന്നെ ഉച്ചരിക്കുക. പിന്നെ മൂർത്തി, ആ താദിത്വമാണ്. അതുപോലെ തന്നെ രൂപിണിയാണ്. രൂപിണി എന്ന് ഉച്ചരിക്കരുത്. ദക്ഷിണാമൂർത്തി രൂപിണി എന്ന് ചൊല്ലുക. ഇവിടെ ലോക ഗുരുസ്ഥാനം ദക്ഷിണാമൂർത്തി ഭഗവാനാണ്. അത് ശിവന്റെ തന്നെ ഒരു മൂർത്തിയാണ്.
അപ്പോൾ ദേവി തന്നെയാണ് ദക്ഷിണാമൂർത്തിയുടെ രൂപം ധരിച്ച് ലോകത്തിന് ഗുരുവായി വർത്തിച്ചതെന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അമ്മയെ ദക്ഷിണാമൂർത്തി രൂപിണി എന്ന് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ദക്ഷിണാമൂർത്തി രൂപിണിയായ മഹാദേവി നമ്മുടെ എല്ലാവരുടെയും ഗുരുവായി വിളങ്ങി നമുക്കെല്ലാവർക്കും ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം അത്ര അക്ഷരശുദ്ധിയോടുകൂടി അർത്ഥം മനസ്സിലാക്കി ജപിക്കാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് മഹാദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഓം ദക്ഷിണാമൂർത്തി രൂപിണ്യൈ നമഃ.